ജെന്യു. അപ്പോൾ ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. ഓഫർ സെയിൽ എന്ന് പറയുമ്പോൾ കുർത്തിയുടെ അല്ല, ബോട്ടവും ദുപ്പട്ടയും കൂടി ഉള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം കോട്ട് സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചില ബോട്ടംസ് ഇപ്പം ബോട്ടംസ് റെഡിയാക്കി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ടോപ്പ് മാത്രം മതി. അപ്പം നമ്മൾ ആ ബോട്ടം അങ്ങനെ ലെഫ്റ്റ് ആം കോട്ട് സെറ്റിൽ ആയാലും അല്ലെങ്കിൽ മാച്ചിങ് ചെയ്യുമ്പം ടോപ്പ് ഓൺലി തരുമെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കും. അതുപോലെ ദുപ്പട്ടാസും അങ്ങനെയുള്ളതിൽ ചിലതിലുണ്ട്. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ദുപ്പട്ട ഇടുമ്പോൾ തനിയെ തരുമെന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ബോട്ടത്തിൻ്റെ ഞാൻ ഓരോന്ന് ഇപ്പോൾ ഒരു സാമ്പിളായിട്ട് ഞാൻ പറയുമ്പോൾ ഞാനൊരു ഇതിനെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ഒരു ലുക്കും ലെങ്ത്തും വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഞാനിപ്പം ടേബിളിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പെൻസിൽ ബോട്ടം ഈ ഒരു ഷേപ്പിലോട്ടായിരിക്കും. എൻഡിലോട്ട് ഇതേപോലെ ഒരു വി കട്ടിങ് എല്ലാം പ്രിന്റ് വരുന്നതിനും എല്ലാം അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്താ പറയുക, പെൻസിൽ ബോട്ടായിട്ട് തന്നെ രണ്ട് സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാച്ചിങ് ആയിട്ട് ഏതെങ്കിലും കളറിലുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത്. ഇതുപോലെ രണ്ട് സൈഡും ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യം വിഡ്ത്തും ലെങ്ത് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കൊരു XL XXL വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് വന്നേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ഇതും കോട്ടൺ തന്നെ ഇതേപോലെ ഈ ഒരു പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാനാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് വരുന്നത്. ഇതുപോലെ കണ്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി ഈ പ്രിന്റ് ഉള്ളത് തന്നെ ആദ്യം കാണിച്ചു തരാം. ഇതുപോലെ ഇത് റേയോൺ ഫാബ്രിക്കിലോട്ട് വന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒരു ലാർജ് മീഡിയം ആ സൈസുകാർക്കേ പറ്റുള്ളൂ. ഇലാസ്റ്റിക് ആണ്. ഇതിൻ്റെ പ്രിന്റ് വന്നിട്ട് ഇതുപോലെയാണ് കണ്ടോ. പിന്നെ വന്നിട്ട് ഇത് നല്ല ഇൻഡിഗോ ഈ ഒരു ബ്ലൂ കളറിലോട്ട് ഇതേപോലത്തെ പ്രിന്റ് വരുന്നതാണ്. ഇതിൻ്റെ ഇലാസ്റ്റിക് ഇതേപോലെ പെൻസിൽ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതും നല്ല പ്രിന്റ് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിനെല്ലാം കോൺട്രാസ്റ്റ്, ഇപ്പോൾ ബ്ലൂവിന് മാച്ച് ആവും, ക്രീമിന് മാച്ച് ആവും. ഇതൊക്കെ ഇതുപോലെ ഈ ഒരു പ്രിന്റാണ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഇലാസ്റ്റിക് വരുന്നത്. ഓക്കെ, ഇനി ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്സ് ഇല്ലേ, അതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് ഇത് നമുക്ക് റാണി പിങ്കിനോ ബ്ലാക്കിനൊക്കെ പെയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഈ കളറുടെ ദുപ്പട്ടയും കൂടി ഇട്ടാൽ ബ്ലാക്കിനും പെയർ ചെയ്യാൻ പറ്റും. ഇതാണ് അത്രയേ ഉള്ളൂ നമുക്ക് ഓൾമോസ്റ്റ്. ഇതുപോലെ ഇതൊക്കെ നമ്മൾ ടോപ്സും എല്ലാം ബുക്ക് ചെയ്യുമ്പം കൂടെ ബോട്ടവും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ടോപ്പ് ഓൺലി മതി എന്ന് പറയുന്നവരുടെ ബോട്ടംസ് ഇങ്ങനെ അത് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതും ആ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലോട്ട് വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ ഇലാസ്റ്റിക് വന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഇതേപോലെ വരും. ഇതാണ് അതിൻ്റെ ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഇനിയും പ്രിന്റിൽ ഇത്രയേ ഉള്ളൂ. ഇത് നല്ല ഒരു റയോൺ ഫാബ്രിക്കിലോട്ട് താഴോട്ട് ഇതുപോലെ ഇത് കുറച്ചൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഈ കളറ് സിൽവർ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഒക്കെ ബോട്ടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലെ വർക്ക് കണ്ടോ. ഇതുപോലെ നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഓൾ ഓവർ ആ ഒരു ബൂട്ടാസ് വരുന്നുണ്ട് കണ്ടോ. ഇതും ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പാറ്റേൺ സ്മൂത്ത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്തത് ഇനി പ്ലെയിനിൽ കുറച്ച് കാണിച്ചു തരാം. ഇത് നല്ല വാടാമല്ലി കളറിലോട്ട് പെൻസിൽ ബോട്ടായിട്ട് തന്നെയാണ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതുണ്ടോ. ഇനി അത് നല്ല പോപ്ലിൻ പോലത്തെ ഫാബ്രിക് കൊണ്ട് ചെയ്തേക്കുന്ന ബോട്ടം ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണിത്. പിന്നെ ഇതുപോലെ അതിൻ്റെ തന്നെ ഈ ഒരു വൈൻ റെഡ് കളറ്, വാടാമല്ലി കളർ എന്ന് പറയില്ലേ, വൈൻ കളറ്. ഇത് അതേപോലെ തന്നെ വൈൻ കളറിലോട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ബോട്ടംസ് കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും മാച്ചായിട്ട് ടോപ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മെറൂൺ കളറിലോട്ടുള്ള ബോട്ടം ആണ് കേട്ടോ. ഇത് നമുക്ക് പ്ലസ് സൈസും ഉണ്ട് കേട്ടോ. ഇത് പ്ലസ് സൈസും ഉണ്ട് കണ്ടോ. ഇതുപോലെ നല്ല വിഡ്ത്തും നല്ല ഫാബ്രിക്കാണ്. ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന ബോട്ടംസ് ആണ്, അല്ലാതെ റെഡിമെയ്ഡ് അല്ല. അപ്പോൾ അത്യാവശ്യം വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നല്ല കോഫി കളറിൽ ഇതും ഒരു ബോട്ടം ചെയ്യണ മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ കോട്ടൺ ഈ ഒരു കളർ ബോട്ടം കണ്ടോ. പെൻസിൽ ബോട്ടത്തിൻ്റെ പിക്കൊക്കെ എല്ലാവരും ഇട്ടുതരാൻ പറയാം. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അടുത്തത് ഇതിൻ്റെ തന്നെ ഈ ഒരു ഫാബ്രിക് ഈ ഒരു കളറ് നല്ല ഡാർക്ക് പീച്ച് കളറിലോട്ട് ഇതേപോലെ ഈ ഒരു കളറ് ഇതുപോലെ പ്രിൻ്റഡിൽ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രിൻ്റ് കണ്ടോ. ഇത് നല്ലൊരു ഈ ഫാബ്രിക്കിൻ്റെ ക്ലോസ് ആയിട്ട് കണ്ടോ. ഇതുപോലെ ഇതുണ്ടാവും. കഴിഞ്ഞിട്ട് ഇത് യെല്ലോ മാം നോക്കിക്കോട്ടോ. ഇത് യെല്ലോ കളറിലോട്ട് കോട്ടൺ തന്നെ ഇതുപോലത്തെ കണ്ടോ പെൻസിൽ ബോട്ടം. ഇതുപോലെ എൻഡിൽ കട്ടിങ് ഒക്കെ വന്നിട്ട് എല്ലാത്തിൻ്റെ എൻഡിൽ കട്ടിങ് ഒക്കെ ഉണ്ട്. അതുപോലെ